السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, ഈ ഭൂമി ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം, സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമാണ്. ഒരുപാട് ആളുകൾ പറയും ദുനിയാവിൻ്റെ ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടിയവർ സൗഭാഗ്യവാന്മാരാണ്, ഒരുപാട് സമ്പത്തും അധികാരവും സുഖ സൗകര്യങ്ങളും ദുനിയാവിൽ കിട്ടിയാൽ അവനാണ് സൗഭാഗ്യവാൻ എന്നൊക്കെ പറയുന്ന, ചിന്തിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ ആരെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും മരണത്തിൻ്റെ ടേസ്റ്റ് നോക്കുന്നതാണ്, മരണത്തെ രുചിച്ചു നോക്കുന്നതാണ്. എല്ലാ ആളുകളും മരിച്ചു പോകും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾ ദുനിയാവിൽ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനത്തിന് പരിപൂർണമായിട്ടും പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ പരലോകത്ത് മാത്രമാണ്. فمن زحزح عن النار وأدخل الجنة فقد فاز. ആയതിനാൽ നാളെ പരലോകത്ത് ആരാണോ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും സുഖസമ്പൂർണമായ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവൻ, അവനാണ് വമ്പിച്ച വിജയം കൈവരിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് അത് വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഏറ്റവും വലിയ സൗഭാഗ്യവാൻ എന്ന് പറയുന്നത് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ ആർക്കാണോ സൗഭാഗ്യം ലഭിക്കുന്നത് അവർ മാത്രമാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് ഒരു വിളിച്ചു പറയുന്ന വ്യക്തി ഇപ്രകാരം വിളിച്ചു പറയുമെന്ന് പറഞ്ഞു, ഇന്നലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദാ. ഓ സ്വർഗവാസികളെ, നിങ്ങൾ ഇനി എന്നെന്നും ജീവിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇനി ഇവിടെ ഒരിക്കലും മരണമില്ല. അതുപോലെ വീണ്ടും പറയും, വഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദാ. നിങ്ങൾ ഇനി എന്നെന്നും നല്ല ആരോഗ്യമുള്ളവരാണ്, ഇനി ഒരിക്കലും നിങ്ങൾക്ക് രോഗം ബാധിക്കുകയില്ല. വഇന്നലക്കും അൻ തശിബ്ബു ഫലാ തഹറമു അബദാ. നിങ്ങൾ ഇനി എന്നെന്നും യുവാക്കളാണ്, നിങ്ങൾക്കൊരിക്കലും ഇനി വയസ്സാവുകയില്ല, വാർദ്ധക്യം ബാധിക്കുകയില്ല. വഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്തഇസു അബദാ. അവസാനമായി പറയുന്നത്, നിങ്ങൾ എന്നെന്നും അനുഗ്രഹീതരാണ്, നിങ്ങളെ ഒരിക്കലും ഇനി നിരാശ ബാധിക്കുകയില്ല എന്ന് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിയാൽ വിശ്വാസികളോട് പറയുമത്രേ. അപ്പോൾ സഹോദരങ്ങളെ, ഒരിക്കലും മരണമില്ലാത്ത, ഒരു രോഗവും വരാത്ത, ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാത്ത, വയസ്സാകാത്ത, നിരാശ ബാധിക്കാത്ത, സുഖത്തിനു മേൽ സുഖം മാത്രം ലഭിക്കുന്ന സ്വർഗമാണ് നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണേണ്ടത്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്വർഗത്തിലേക്ക് എത്താൻ ഒന്നാമതായി നമ്മൾ മുവഹിദുകളാവുക, തൗഹീദ് സ്വീകരിക്കുന്നവരാവുക, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ, ശിർക്ക് ചെയ്യാതെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത യഥാർത്ഥ മുവഹിദുകൾക്ക് മാത്രമാണ് ആ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക. ഒന്നാമതായി നമുക്ക് വേണ്ടത് ആ തൗഹീദാകുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്, അവന്റെ മേൽ സ്വർഗം ഹറാമാക്കുന്നതാണ്. ഒരിക്കലും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. വമഹുവാഉൻ നാർ, അവന്റെ ശാശ്വതമായ സങ്കേതം നരകമായിരിക്കും. അവൻ കാലാകാലം നരകത്തിൽ കഴിഞ്ഞുകൂടുന്നവനായിരിക്കും. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അങ്ങനെയുള്ള അക്രമികൾക്കൊരിക്കലും ഒരു സഹായിയെയും അവിടെ കണ്ടെത്താൻ സാധ്യമല്ല. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഈ സുഖലോലുപതയുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒന്നാമതായി വേണ്ടത് തൗഹീദാകുന്നു. നാം പരിപൂർണ മുവഹിദുകളാവുക. രണ്ടാമത്തത് നമ്മൾ യഥാർത്ഥത്തിലുള്ള മുജാഹിദുകളാവുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന, സംസാരിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള മുജാഹിദുകളാവുക നമ്മൾ. അധർമ്മത്തിനെതിരെ, അനീതിക്കെതിരെ എല്ലാ നിലക്കും സംസാരിക്കുകയും പോരാടുകയും ചെയ്യുന്ന യഥാർത്ഥ മുജാഹിദുകളായാൽ മാത്രമേ നമുക്ക് ഈ സുഖലോലുപതയുടെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. അതല്ല നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ് എന്ന് കേവലം നാവുകൊണ്ട് മാത്രം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിനെ അറിയാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും യഥാർത്ഥത്തിൽ ആരാണോ ജിഹാദിൽ ഏർപ്പെട്ടിട്ടുള്ളത്, ധർമ്മസമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹുവിനറിയാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ നല്ല ക്ഷമിക്കുന്നവർ, നല്ല ക്ഷമാശീലർ എന്ന് അല്ലാഹുവിന് തിരിച്ചറിയാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അപ്പോൾ ആ രൂപത്തിൽ അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ യഥാർത്ഥ മുജാഹിദുകളായാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ. കേവലം നാവുകൊണ്ട് ഞാൻ മുജാഹിദാണ്, മുഅ്മിനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരത്തിൽ സമരം ചെയ്യുന്നവർ ആരാണ് എന്ന് കൃത്യമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചിട്ട് മാത്രമേ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ നമ്മൾ പരിപൂർണ മുവഹിദുകളാവുക. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന, അല്ലാഹുവിന്റെ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ദഅവ രംഗത്ത് നമ്മൾ എല്ലാ നിലക്കും മുന്നേറി സമരം ചെയ്യുന്ന, ജിഹാദിൽ ഏർപ്പെടുന്നവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മെ ഓരോരുത്തരെയും പരിപൂർണ മുവഹിദുകളായി, പരിപൂർണമായിട്ടുള്ള മുജാഹിദുകളായി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.